ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മെഡിക്കൽ കോളേജിലെ 4ാമത്തെ ദിവസമാണ്. ഇന്നലെ ചേച്ചിക്ക് ബ്ലഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മരുന്ന് വെച്ചിട്ടുണ്ട്. വേദനയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നേരെ ഉള്ളോട്ട് കയറി. സോറി ഗായ്സ്, വാർഡ് മാറിപ്പോയി. എവിടെ? അതാ ഇവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ എന്തുകൊണ്ട് വെള്ളമൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞാൻ ക്യാമറയും പൊക്കി വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഈ ഇരിപ്പിരിക്കുന്നത്. ഇത് ഡോക്ടറെ കാണാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നതാണ്. പിന്നെ ഞാൻ ബ്ലഡിൻ്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയി. റിസൾട്ട് വാങ്ങിയിട്ട് തിരിച്ചു വന്ന് വീഡിയോ എടുത്തു. ഇതൊക്കെ ചുമ്മാ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയും കൂടെ കുട്ടീൻ്റെ അനക്കം നോക്കാൻ പോയി. അനക്കം നോക്കി തിരിച്ചു വന്നു. അവൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി കൊണ്ടു കൊടുത്തു. താഴെ വിശ്വസദ്യ കൊടുക്കുന്നിട്ട് പാത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കൊണ്ടു കൊടുക്കാൻ പോവാണ്. താഴെ ചെന്നപ്പോൾ ചേവായൂരുള്ള സേവനഭാഗം എന്ന് പറഞ്ഞ് ഏതോ ഒരു സമിതി വിശ്വസദ്യ എന്ന് പറഞ്ഞിട്ട് സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചു. അതിലെ പായസം ഒരു രക്ഷയില്ല, അടപ്രഥമനായിരുന്നു. ഞാൻ ചേച്ചിക്കും കൊടുത്തില്ല, അമ്മയ്ക്കും കൊടുത്തില്ല. ഞാൻ സ്വന്തത്തിൽ കുടിച്ചു തീർത്തു. പിന്നെ ചേച്ചി സദ്യ കഴിച്ചു. അവൾ ഉറങ്ങി, ഞാനും ഒന്ന് ഉറങ്ങി. ഇത് ഉറങ്ങിയെണീറ്റ ശേഷം ഞാനും അമ്മയും കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഈ ഫുഡും ഇവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. പിന്നെ 5 മണിയൊക്കെ ആയപ്പോൾ അവൾക്ക് അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങിക്കൊണ്ട് കൊടുത്തു. 7 മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ വരുന്നെന്ന് പറഞ്ഞ് ഏട്ടനെ മോനെ നോക്കി നിൽക്കുകയാണ് ഇവൾ. പാസ്സില്ലാതെ സെക്യൂരിറ്റി ഉള്ളോട്ട് കയറ്റത്തില്ല. അവർ നമ്മളെടുത്താൽ കളി. ഞാൻ അവർ കാണാതെ പാസ് കൊണ്ട് കൊടുത്തു. പിന്നെ ഏട്ടനും മോനും ഉള്ളിൽ കയറി. മോന് ഭയങ്കര ഹാപ്പിയാണ് ചേച്ചിനെ കാണാൻ വരുന്നത് കൊണ്ട്. ചേച്ചീൻ്റെ അടുത്തെത്തി അവനൊരു ഫ്രൂട്ടൊക്കെ കുടിച്ച് ഭയങ്കര ജാട. അത് കഴിഞ്ഞിട്ട് ഏട്ടനും ചേച്ചി സംസാരിക്കുന്നിടത്തേക്ക് ഞാൻ ക്യാമറയും പൊക്കിപ്പോയപ്പോഴത്തേനും ഏട്ടൻ മുഖം പൊക്കി. പിന്നെ ദേവന് പോകാൻ താല്പര്യമില്ലായിരുന്നു. കുട്ടിക്ക് ബെഡ് വാങ്ങിയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ്റെ കൂടെ പറഞ്ഞയച്ചു. ചേച്ചിക്ക് 4 ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരെ ഇറങ്ങി. ഇത് അമ്മയും മുതമ്മയും കൂടെ നാളെ ലേബർ റൂമിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യമുള്ള തുണിയെല്ലാം കൂടെ മടക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അവർക്കുള്ള ഫുഡും കൊടുത്ത് ഒരു ബായ് പറഞ്ഞ് ഞാൻ ഇറങ്ങി. എൻ്റെ വിഷു ഇവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.